ഇസ്രായേലിൻ രാജനേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വലിയ ഒരു ആരാധനയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയമാണ്. ഈ ദിവസം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് സന്നദ്ധരായി മുന്നോട്ട് വന്ന ഒരു സമയമാണ്. ഇത് കൊറോണ വൈറസ് രോഗബാധയെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള നമ്മുടെ പ്രാർത്ഥന യജ്ഞമാണ്. നമുക്കറിയാം, മെഡിക്കൽ സയൻസ്, വൈദ്യശാസ്ത്രം ഒരു സൈഡിൽ പ്രവർത്തിക്കുന്നു, ആരോഗ്യ പ്രവർത്തകർ ഒരു സൈഡിൽ പ്രവർത്തിക്കുന്നു, സന്നദ്ധ ഭടന്മാരായിട്ട് നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നു. നമ്മളിന്ന് ചെയ്യുന്നത് പ്രയർ വാരിയേഴ്സായിട്ട് നമ്മൾ മാറുകയാണ്. പ്രാർത്ഥിക്കാനുള്ള ഒരു സന്നദ്ധത കാണിച്ചുകൊണ്ട് സന്നദ്ധ ഭടന്മാരെ പോലെ നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ലോകം മുഴുവനെയും ഇന്ന് മഥിക്കുന്ന ഒരു കാര്യമാണ് കൊറോണ വൈറസ് രോഗബാധ, COVID-19. ഇതിനെ ചെറുത്തു തോൽപ്പിക്കുവാനായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരായുധമാണ് നമ്മുടെ പ്രാർത്ഥന. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഈ സമയം ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാം, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. യൂദിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. ഇസ്രായേൽ ജനം, ദൈവമക്കൾ മഹാമാരികളും ജീവിത പ്രശ്നങ്ങളും വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്ന് നമ്മൾ ബൈബിളിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വചനമാണ് യൂദിത്ത് 4-ാം അധ്യായം 9-ാമത്തെ വചനം. 3 കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവരെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, അവർ കഠിനമായി ഉപവസിച്ചു. മൂന്നാമത്തെ കാര്യം, അവരെല്ലാവരും ചേർന്ന് ഏക മനസ്സോടെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. 3 കാര്യങ്ങൾ നമ്മൾ ഒരു മഹാമാരിയെ നേരിടുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: എളിമപ്പെടുക, കഠിനമായി ഉപവസിക്കുക, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഏതാനും വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. വിശുദ്ധ ഫിലിപ്പ് നേരി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്: പ്രാർത്ഥനയും ദൈവവചനവും ഒരുമിച്ച് പോകണം. നമ്മൾ ഈ ഇരുന്ന് ബൈബിൾ വായിക്കുന്നത് കുറച്ച് വചനങ്ങൾ മനസ്സിലാക്കാനോ അത് മനഃപ്പാഠമാക്കാനോ മാത്രമായിരിക്കരുത്. അത് നമ്മൾ പ്രാർത്ഥനയിൽ എടുത്തുപയോഗിക്കണമെന്ന്. പ്രാർത്ഥനയും ദൈവവചനവും ഒരുമിച്ച് പോകണം. അതാണ് വിശുദ്ധ ഫിലിപ്പ് നേരി പഠിപ്പിച്ചിട്ടുള്ളത്. ഈശോയിൽ പ്രിയപ്പെട്ടവർ, നമുക്ക് ഏതാനും വചനങ്ങളിലൂടെ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. എളിമയ്ക്ക്
പരിശുദ്ധ കന്യകാമറിയം ഒരു മാതൃകയായി. അതുപോലെ മറ്റു പല വിശുദ്ധരെയും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചിരിക്കുന്നത് സാത്താനെ വിരട്ടി ഓടിക്കുന്ന പുണ്യമാണ് എളിമ. ഇവര് ഒന്നടങ്കം ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ടു. എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവഹിതത്തിന് നമ്മളെ വിധേയപ്പെടുത്തണം. ഈ സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നതിനേക്കാൾ ദൈവം എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവനാണ് എന്ന ബോധ്യത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, കഠിനമായി അവർ ഉപവസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപം ഉപവസിക്കുക എന്നുള്ളതാണ്. പാപം ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാകുന്നത്. ഇനിയും ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ പാപജീവിതം തുടരുന്നത് കണ്ടെത്തണം. നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം, ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. നമ്മളെടുക്കുന്ന പരിത്യാഗ പ്രവർത്തികൾ, ഉപവാസങ്ങൾ, അതെല്ലാം നമ്മളെ പാപം ഉപവസിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകണം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മൂന്നാമതൊരു കാര്യം നമ്മൾ കാണുകയാണ്, അവരെല്ലാവരും ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഒന്ന് രണ്ട് വചനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവിനോട് ദൈവനാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ശക്തിയുള്ള ഒരു കാര്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം. അതിപ്രകാരമാണ് പറയുന്നത്, അവർ പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. അങ്ങനെ അവർ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് യേശുവിൻ്റെ നാമം വലിയ വിലയുള്ള നാമമാണ്, ശക്തിയുള്ള നാമമാണ്. അതറിയാൻ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പത്രോസ് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ പക്കൽ സ്വർണമോ വെള്ളിയോ ഇല്ല, പക്ഷേ ഞങ്ങളുടെ പക്കൽ ഒരു നാമമുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ മുടന്തൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുണ്ട്, ദൈവത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹത്തിൻ്റെ കലവറയായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ദൈവാരാധനയാണ്. ദൈവാരാധന നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25, 26 വചനങ്ങൾ. നിങ്ങൾ എന്നെ ആരാധിക്കണം. ദൈവം പറയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ മാവ് കുഴയ്ക്കുന്ന കലം, അപ്പക്കൊട്ട, അത് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരെ ഞാൻ സുഖപ്പെടുത്തും. നിങ്ങളുടെ ഇടയിൽ ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാകില്ല. നിങ്ങളുടെ ഇടയിൽ അകാല മരണങ്ങൾ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവാനുഗ്രഹത്തിൻ്റെ കലവറയാണ് ദൈവാരാധന. ഈ ആരാധനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതാണ് പ്രയർ വാരിയേഴ്സ് എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ വലിയ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നിരവധിയായ നമ്മുടെ സഹോദരങ്ങൾ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, മരണത്തോട് മല്ലടിക്കുന്നവർ, വലിയ നിരാശയിലും അതുപോലെ തന്നെ ദുഃഖത്തിലും വേദനയിലും ആണ്ടിരിക്കുന്നവർ, അവരെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളിപ്പോൾ ആരാധനയുടെ ഒരു ഗാനം ആലപിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ലോകം മുഴുവന് വേണ്ടിയുമുള്ള ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ.
വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശ്വരനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. എല്ലാവരും വിശ്വാസത്തോടെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. മഹാമാരിയെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. യേശുനാമം ഉയർത്തിക്കൊണ്ട് അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. എല്ലാവരും ഹൃദയത്തുടിപ്പുകളോടെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഏകസ്വരത്തിൽ എല്ലാവരും പാടട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. വിശ്വാസത്തോടെ പാടാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ലോകം മുഴുവനും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ദൈവനാമം ഉയർത്തി, യേശുവിന്റെ നാമം ഉയർത്തി, ആ നാമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവന് വേണ്ടി നമുക്കിപ്പോൾ ആരാധിക്കാം. പാപത്തിന്റെ രോഗത്തിന്റെ മഹാമാരിയുടെ കെട്ടുകൾ പൊട്ടി വീഴുവാൻ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സർവശക്തനായ ദൈവമേ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. കർത്താവേ, അത് ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. അത് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, സുഖപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹാമാരിയെ അവിടുന്ന് തുടച്ചു മാറ്റി അവിടുത്തെ ജനത്തിന് ആശ്വാസം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ വിശ്വാസമർപ്പിച്ച് ആ നാമം ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ദേശത്ത് അത്ഭുതം നടക്കട്ടെ. ഈ ലോകം മുഴുവനിലും വലിയ അത്ഭുതം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മെ ധൈര്യപ്പെടുത്തും. ഒരുപക്ഷെ ആശയും പ്രതീക്ഷയുമെല്ലാം അറ്റുപോയവരായിരിക്കാം നമ്മൾ. കർത്താവ് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കും. രോഗത്തോട് മല്ലടിച്ച് വലിയ നിരാശയിലെത്തിയവരായിരിക്കാം നമ്മൾ. കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തി മുമ്പോട്ട് നയിക്കും. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. യെശയ്യാ 30:21 പറഞ്ഞിട്ടുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതിൽ ദൈവസ്വരം നീ കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോവും. ദൈവത്തെ പഴിക്കുന്നവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരുമായിട്ടൊക്കെ നമ്മൾ മാറിയേക്കാം. ഇതൊന്നുമല്ല ആവശ്യം. ദൈവസ്വരം കേട്ട് നേർവഴിയിൽ നമ്മൾ നയിക്കപ്പെടണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തിയോ ഇരുന്നോ ഒക്കെ പ്രാർത്ഥിക്കേണ്ടവർക്ക് നിങ്ങളുടെ സാഹചര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടുക. ദൈവ വചനം വിശ്വാസത്തോടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളത്. 2 വിശുദ്ധരെ ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന് വിശുദ്ധ പാദ്രെ പിയോ. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്: നമ്മൾ പ്രാർത്ഥിക്കണം, പ്രത്യാശിക്കണം, ആകുലപ്പെടാതിരിക്കണം. ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: പ്രാർത്ഥിക്കണം, പ്രത്യാശിക്കണം, പ്രത്യാശ കൈവിടരുത്. നമ്മൾ വെന്റിലേറ്ററിൽ എത്തിയാൽ പോലും പ്രത്യാശ കൈവിടരുത്, പ്രത്യാശിക്കണം. 3-ാമത്തെ കാര്യമാണ് നമ്മൾ ആകുലപ്പെടരുത്. വിശുദ്ധ പാദ്രെ പിയോ പറഞ്ഞിരിക്കുന്നത് ആകുലത ഒന്നിനും കൊള്ളാത്ത കാര്യമാണ്. ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത കാര്യം. അപ്പം അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം, എന്തെങ്കിലും ഒരു ചെളിയോ അല്ലെങ്കിൽ അഴുക്ക് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ചു മാറ്റും. അങ്ങനെ നമ്മൾ ആകുലത നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടച്ചു മാറ്റണം. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. 2-മതൊരു വിശുദ്ധൻ, അത് വിശുദ്ധ ഫിലിപ്പ് നേരി. അദ്ദേഹം പറഞ്ഞത്, നിന്റെ കഴിവുകൊണ്ട് വർഷങ്ങളോളം നീ പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ നീ ദൈവത്തിൽ ശരണപ്പെട്ടാൽ 1 നിമിഷം കൊണ്ട് കർത്താവിന് അത് നടത്തിത്തരാൻ പറ്റും. അതാണ് നമ്മുടെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പരിശ്രമങ്ങളെക്കാളും പ്രവർത്തനങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന കാര്യം നമ്മൾ മറക്കരുത്. ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധിയില്ലാത്തടത്ത് ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റില്ല. വിശുദ്ധിയില്ലാത്തവരുടെ പ്രാർത്ഥന, പാപികളുടെ പ്രാർത്ഥന ദൈവത്തിന് കൈക്കൊള്ളാനാവില്ല. യോഹന്നാൻ 9:31 നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുതാപത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയം 2-3 വചനങ്ങൾ ഫിലിപ്പ് നേരി തന്നെ, വിശുദ്ധ ഫിലിപ്പ് നേരി പറഞ്ഞ കാര്യമാണ്. പ്രാർത്ഥനയും വചനവും ചേർന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൗഖ്യം നൽകുന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ഇന്ന് ICUയിലും അതുപോലെ വെന്റിലേറ്ററിലുമൊക്കെ എത്തിയിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജെറമിയ 17:14 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവെ അങ്ങനെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. അങ്ങനെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ രക്ഷപ്പെടും. യഥാർത്ഥമായ സൗഖ്യം, യഥാർത്ഥമായ രക്ഷ ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ്. നമുക്ക് ആ ഒരു ബോധ്യത്തോടെ, വചനം ദൈവമാണല്ലോ, അതുകൊണ്ട് വചനം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. സങ്കീർത്തനം 107 17 മുതൽ 20 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ അത് നമ്മെ ക്ഷണിക്കുന്നത് അനുതാപത്തിലേക്കാണ്.
അത് നമ്മെ ക്ഷണിക്കുന്നത് വചനത്തിലൂടെയുള്ള സൗഖ്യത്തിലേക്കാണ്. സങ്കീർത്തനം 107:17 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെറുത്തു. അവർ മൃത്യുകവാടങ്ങളെ സമീപിച്ചു. ഈ കാലയളവിൽ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട വചന സന്ദേശം. അപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി. നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം. അപ്പോൾ കർത്താവ് വചനമയക്കും, നമ്മളെ സുഖപ്പെടുത്തും. മൂന്നാമതൊരു വചനം നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12. മരുന്നോ ലേപന ഔഷധമോ അല്ല നമ്മെ സുഖപ്പെടുത്തേണ്ടത്, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനം. മെഡിക്കൽ സയൻസിന് എല്ലാവരെയും സുഖപ്പെടുത്താൻ സാധിച്ചെന്ന് വരില്ല, പക്ഷെ എല്ലാവരെയും സുഖപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ രോഗാവസ്ഥ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്, ഒരു ഭാഗ്യമരണം കൈനീട്ടി സ്വീകരിക്കുന്നത്, അതെല്ലാം സൗഖ്യത്തിൻ്റെ സൂചനകളാണ്. നമുക്കതുകൊണ്ട് ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഈ വാഗ്ദാനങ്ങൾ, ദൈവവചനത്തിന് നൽകാൻ പറ്റുന്ന സൗഖ്യം, അതേക്കുറിച്ച് ബോധ്യമുള്ളവരായി ആ സൗഖ്യം ലഭിക്കുവാൻ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച്. അനുതാപം ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മുടെ ജീവിതത്തിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെത്തും. സൗഖ്യമായി, വിടുതലായി, സമാധാനമായി, ആത്മീയാനന്ദമായി അത് നമ്മളെ സന്ദർശിക്കും. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ പാപിയാണ്. എൻ്റെ കുടുംബം പാപം ചെയ്തിട്ടുണ്ട്. കർത്താവേ, എൻ്റെ സഹോദരങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തുള്ള സകലരും ഒരുപക്ഷെ അങ്ങേക്കെതിരായി പാപം ചെയ്തവരാണ്. ഞങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് കരുണയായിരിക്കണമേ. അനുതാപത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കഠിന ഹൃദയങ്ങളെ മാംസള ഹൃദയമാക്കി അങ്ങ് മാറ്റണമേ. അങ്ങനെ ഈ സാഹചര്യത്തിൽ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിടേണമേ നാഥ. എല്ലാവരും ചേർന്ന് കരഞ്ഞു വിളിക്കട്ടെ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി ഏകസ്വരത്തിൽ വിളിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അനുതാപത്തിൻ്റെ കൃപയ്ക്കും സൗഖ്യത്തിനുമായിട്ട് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ലോകം മുഴുവനെയും നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സമയമാണ്. ഈ മഹാമാരിക്കെതിരെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രാർത്ഥന വാരിയേഴ്സായിട്ട് മാറുന്ന ഒരു സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, കർത്താവേ, ഞങ്ങളുടെ നിലവിളികൾ ഈ മഹാമാരി തുടച്ചു മാറ്റുന്നതിന് കാരണമായി തീരട്ടെ. ഞങ്ങളോട്, ലോകത്തോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം.
ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിനാത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ്റെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒപ്പം നമുക്ക് ആവശ്യമായ സൗഖ്യം നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ലോകം മുഴുവനിലുമുള്ള എല്ലാ കൊറോണ വൈറസ് രോഗബാധിതരെയും ഇപ്പോൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമുക്കറിയാവുന്ന വ്യക്തികൾ, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവർ, നമുക്ക് പ്രിയപ്പെട്ടവരായവർ, അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവെ, അവിടുത്തെ ശക്തി ഈ മക്കളുടെ മേലിപ്പോൾ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കർത്താവെ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ ലോകം മുഴുവന് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവെ, ഈ വിപത്ത്, ഈ മഹാമാരി ഈ ഭൂമുഖത്തു നിന്ന് അങ്ങ് തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദികരായ ഞങ്ങൾ കർത്താവെ, വൈദികർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയോട് ചേർന്ന് നിന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരികളോട് ചേർന്ന് നിന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന, ഞങ്ങൾക്ക് വേണ്ടിയുള്ള, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള, ലോകം മുഴുവന് വേണ്ടിയുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ഇപ്പോൾ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആരാധനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ നിന്ന് ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളെ അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലോകം മുഴുവനും ആവശ്യമായ സൗഖ്യവും സമാധാനവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ചോദിച്ചത് ദൈവത്തോടാണ്, സർവശക്തനായ ദൈവത്തോട് ചോദിച്ചതെല്ലാം അവിടുന്ന് നമുക്ക് നൽകി എന്ന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ അല്പസമയം നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹത്തിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഏറ്റെടുത്ത ദൈവിക ശക്തിയിൽ നമ്മുടെ ജീവിതം തുടരുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിച്ച് മുന്നേറുവാനുള്ള ആ ഒരു അഭിഷേകം നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ ലോകം മുഴുവനെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.